പാലപ്പിള്ളിയിലെ തോട്ടം ജനവാസ മേഖലകളിൽ രൂക്ഷമായ കാട്ടാന ആക്രമണത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങൾക്ക് UDF അധികാരത്തിലെത്തിയാൽ ആശ്വാസകരമായ പദ്ധതികൾ കൊണ്ടുവരുമെന്ന് പുതുക്കാട് UDF സ്ഥാനാർത്ഥി KM ബാബുരാജ്. വകുപ്പുകളുടെ തർക്കത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതികൾ വേഗം കൊണ്ടുവരുമെന്നും തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ വേതനക്ഷേമ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും ബാബുരാജ് നാട്ടുകാർക്ക് ഉറപ്പു നൽകി. എച്ചിപ്പാറയിൽ പര്യടനത്തിനെത്തിയപ്പോൾ നാട്ടുകാർ തങ്ങളുടെ പ്രശ്നങ്ങൾ സ്ഥാനാർത്ഥിക്ക് മുൻപിൽ അവതരിപ്പിച്ചപ്പോഴാണ് ബാബുരാജിൻ്റെ പ്രതികരണം. കാട്ടാന ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ട എച്ചിപ്പാറയിലെ കുമാറിൻ്റെ വസതി സന്ദർശിച്ച് കുടുംബാംഗങ്ങളുമായി സ്ഥാനാർത്ഥി സംസാരിച്ചു. തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ വന്യജീവി ശല്യം മൂലമുള്ള പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകി ശാശ്വത പരിഹാരം കാണുമെന്നും അദ്ദേഹം അവർക്ക് ഉറപ്പു നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം EA ഓമനയും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. കൂടുതൽ ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം എന്ന് പറയുന്നത് ഈ വന്യമൃഗം തന്നെയാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മുടെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തനമാണ് നമ്മുടെ കുമാർ. ഈ അടുത്ത ദിവസങ്ങളാണ് കുമാർ അപകടത്തിൽ ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് രാത്രിയൊക്കെ പോയി ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഭീതിയോട് കൂടിയിട്ടാണ് പാലപ്പിള്ളിയിൽ ഈ മേഖലയ്ക്ക് എച്ചിപ്പാറയിലേക്ക് എത്തുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ. പിന്നെ തോട്ടം തൊഴിലാളികളുടെ വിഷയം എല്ലാവർക്കും അറിയാം. ഇപ്പം തൊഴിലില്ലാണ്ട് വളരെയധികം പീഡനങ്ങൾ അനുഭവിച്ചിട്ടാണ് തോട്ടം തൊഴിലാളികളോട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. 10 കൊല്ലമായിട്ട് LDFിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണം നമ്മുടെ സംസ്ഥാനത്ത് വലിയ ദുരിതമാണ് വരുത്തി വെച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം. വലിയൊരു മാറ്റത്തിന് ജനങ്ങൾ, പ്രത്യേകിച്ച് വോട്ടർമാർ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇവിടെ അധികാരത്തിൽ വരുമ്പോൾ ഈ പ്രദേശത്ത് നിന്നുള്ളൊരു MLA ആ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായാൽ നമുക്ക് നമ്മുടെ ഇപ്പോൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെയുള്ള ഇവിടുത്തെ പ്രശ്നങ്ങൾ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാണ് എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, അതിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത്തരം കാര്യങ്ങളോ അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഗവൺമെൻറ്റിൽ അതിനുള്ള ശക്തമായ സമ്മർദ്ദം ചെലുത്താം. അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. പ്രദേശവാസികളുടെ ഏറ്റവും വലിയ ഒരു പ്രതീക്ഷയാണ് ചിമ്മിനാൻ ടൂറിസം. അത് മുരടിച്ചു കിടക്കുക, വർഷങ്ങളായിട്ട് മുരടിച്ചു കിടക്കുക. ഇറിഗേഷനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള തർക്കം അത് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട്. എക്കോ ടൂറിസം ഉണ്ട്, വളരെ കുറച്ച് തുച്ഛമായ ആളുകൾക്ക് മാത്രം ചെറിയ വരുമാനത്തിലാണ് തൊഴിൽ കിട്ടുന്നത്. ചിമ്മിനാൻ ടൂറിസം നമ്മുടെ ഒരു സ്വപ്നമാണ്. ഈ ചിമ്മിനി ഡാം ഇവിടെ സ്ഥാപിച്ച് തന്നെ കോളനി ലൈനിലേക്കുള്ള വെള്ളം കൊണ്ടുപോയി ജലസേന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് ഒപ്പം തന്നെ ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതെല്ലാം നടപ്പിലാക്കിയിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ടുകളോ അല്ലെങ്കിൽ പണമോ ഈ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാനും ഒരു ജനപ്രതിയായി നിങ്ങൾ തിരഞ്ഞെടുത്ത് കൂടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഈ കാര്യങ്ങളിലൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഏറ്റവും പ്രാഥമികമായിട്ട് തന്നെ ഈ കാര്യങ്ങളിൽ ഞാൻ ഇടപെടും എന്നുകൂടെ നിങ്ങൾക്ക് ഈ അവസരത്തിൽ ഉറപ്പ് തരികയാണ്.